ഈ ഡിങ്കോയിസത്തിന്റെ ഉൽപ്പത്തി അതുപോലെ തന്നെ അതിന്റെ വ്യാപനം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡിങ്കോയിസം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു വ്യാഖ്യാനം കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ സാധിക്കുന്നില്ല. അത് ഡിങ്കോയിസത്തിന്റെ ഒരു താത്വികാചാര്യൻ അല്ലെങ്കിൽ ആത്മീയാചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ രാകേഷ്ണനെ വിശദീകരിക്കുകയായിരിക്കും നല്ലത്. ഡിങ്കോയിസത്തിന്റെ ഉൽപ്പത്തി തുടങ്ങുന്നത് സമയത്തിന് മുമ്പാണ്, കാലത്തിന് മുമ്പാണ്. അതായത് സമയവും സ്ഥലമില്ലാത്ത സമയത്തിന് നിലനിൽപ്പില്ല എന്ന് ഡിങ്കൻ ആദ്യം അറിയാമായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ് സ്ഥലകാലങ്ങൾ തമ്മിലുള്ള ചതുർമാന സ്ഥലകാല ബിംബങ്ങളെ പറ്റിയൊക്കെ ഐൻസ്റ്റീനും മറ്റും ആപേക്ഷിക സിദ്ധാന്തത്തിലൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ സ്ഥലമില്ലാതെ കാലമുണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഡിങ്കൻ അദ്ദേഹം ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന, അതായത് ഡിങ്കോയിസത്തിൽ മാത്രമാണ് ഈ ബിഗ് ബാങ്ങിനെ പറ്റി പരാമർശിക്കുന്നത്. ആ ബിഗ് ബാങ് ഉണ്ടായ ഒരു യാദൃശ്ചികത ഡിങ്കന്റെ ചിരിയിൽ നിന്നായിരുന്നു എന്നാണ്. അതായത് ശൂന്യതയിൽ ഡിങ്കൻ ചിരിച്ചപ്പോൾ അത് ശൂന്യത ഒരു മഹാവിസ്ഫോടനം, ഒരു പൊട്ടിച്ചിരിയാണത്. ആ പൊട്ടലാണ് ഈ മഹാവിസ്ഫോടനത്തിന് കാരണമായത്. അങ്ങനെ ഒരു പൊട്ടിച്ചിരിയിൽ നിന്നുണ്ടായ ലോകമാണ്. അതുകൊണ്ടാണ് നമുക്ക് പൊട്ടിച്ചിരികൾ ഇപ്പോഴും ലോകത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നു എന്നുള്ള, പൊട്ടിച്ചിരിയാണ് ലോകത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ ഡിങ്കൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എസൻസ് എന്ന് പറയാവുന്ന ഒരു സംഭവം. ഈ പൊട്ടിച്ചിരി പോലെ തന്നെ നിഷ്കളങ്കമായ ചിരി കുട്ടികളുടെ വിശുദ്ധ ഗ്രന്ഥം, ഡിങ്കോയിസത്തിന്റെ വിശുദ്ധമായ ഗ്രന്ഥം ബാലമംഗളമാണെന്ന് പറയുമ്പോൾ അത് ഈ പൊട്ടിച്ചിരി പോലെ തന്നെ നിഷ്കളങ്കമായ കുട്ടികളുടെ ചിരിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് അതിനെ? വിശുദ്ധ ബാലമംഗളം കാലാതീതമായ ഒന്നാണ്. അതിൻ്റെ ലിറ്ററേച്ചറാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട കുട്ടികളുടെ പുസ്തകമായിട്ട് വന്ന ബാലമംഗളമുള്ളത്. അത് വാമൊഴിയായി പകർന്നു വന്ന ഒരു വലിയ വിജ്ഞാനകോശം തന്നെയാണ്. അതിനകത്ത് പറയാത്ത കാര്യങ്ങളില്ല. അതിൽ ലോകമുണ്ടായതിനെ പറ്റിയെല്ലാം, എങ്ങനെയാണ് ഈ ലോകമുണ്ടായത്, അതിൽ എവിടെയൊക്കെയാണ് യാദൃശ്ചികത പ്രവർത്തിച്ചത്, ഈ യാദൃശ്ചികത എന്ന് തന്നെയാണ് ഡിങ്കനാണ് ഈ യാദൃശ്ചികത മുഴുവൻ പ്രവർത്തിച്ചത് എന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിങ്കനാണ് ഏകദൈവം എന്ന് വിശുദ്ധ ബാലമംഗളത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ ബാലമംഗളത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് തന്നെ വിശുദ്ധ ബാലമംഗളത്തിൽ പറയുന്നുണ്ട്.